നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് NX-ADIയുടെ 2500 വാട്ട്സ് മോഡലാണ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ രണ്ട് ചാനലിൻ്റെയും ടെമ്പറേച്ചർ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആംപ്ലിഫയർ ഏത് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്ററും ഒരു പ്രൊട്ടക്ഷൻ, ഒരു ക്ലിപ്പ് ഇൻഡിക്കേറ്റർ, LED ഇൻഡിക്കേറ്റർ രണ്ട് സൈഡിലും രണ്ട് ചാനലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ചാനലിനും രണ്ട് സെപ്പറേറ്റ് കൂളിംഗ് ഫാനും, അതേപോലെ തന്നെ നമുക്കിത് സബിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഫിൽറ്ററുകളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ബാക്കിൽ തന്നെ അതിനുള്ള സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മോണോ ബ്രിഡ്ജ് ഒക്കെ സ്വിച്ച് ചെയ്യുന്നതിനായിട്ട് ഡിപ്പ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗ്രൗണ്ട് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഹമ്മിങ് ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് ഓരോ കോൺഫിഗറേഷനിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഗ്രാഫിക്കലായിട്ട് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്വിച്ച് ഏതൊക്കെ പൊസിഷനിൽ എങ്ങനെ ചെയ്താൽ നമുക്ക് സ്റ്റീരിയോ പാരൽ ബ്രിഡ്ജ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ നശിക്കാനുള്ള കംപ്ലൈൻറ്റിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്യൂസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് ആദ്യം കംപ്ലൈൻ്റ് ആയിട്ട് ബേണായി. അപ്പോൾ അതിന് പകരം അവർ ചെയ്തിരിക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു വയർ അതിൻ്റെ ഭാഗത്തായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കിയപ്പോഴത്തേക്ക് ആംപ്ലിഫയർ ഫുള്ള് കത്തിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മുടെ കയ്യിൽ ഈ ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. അപ്പം ആ ഫ്യൂസിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ ഒരു വയർ, ഞാൻ അപ്പോൾ അത് റിമൂവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മുടെ കമ്പനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 ആംപിയർ ഫ്യൂസാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗത്ത് ആ ഫ്യൂസ് ഒഴിവാക്കിയിട്ട് ഇതേപോലുള്ള തിക്കായിട്ടുള്ള വയർ, ഫ്യൂസിന് പകരം ഉപയോഗിച്ചിരുന്ന വയർ കണ്ടോ, എനിക്ക് തോന്നുന്നത് ഒരു 1.5 mm² വയറാണെന്ന് തോന്നുന്നു. അത് രണ്ട് സൈഡും ഇൻസുലേഷൻ എടുത്തിട്ട് ഫ്യൂസിന് പകരം കയറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോർഡ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഫ്യൂസ് പോകുന്നതിന് പകരം ബോർഡ് തന്നെ ഫുള്ള് കത്തിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ചാനലിൻ്റെ ബോർഡിൻ്റെ അവസ്ഥയാണിത്. ബോർഡിൻ്റെ ട്രാക്കും കുറേ റെസിസ്റ്റൻസും. അപ്പം നമുക്ക് കത്തിയ സൈഡ് ജസ്റ്റ് ആവണ്ടേ, ഈ സൈഡ് ഫുള്ള് ഡാമേജ് ആയിട്ട് ആദ്യം എൻ്റെ ഫ്യൂസ് പോയപ്പോൾ അതിന് പകരം ഫ്യൂസ് നോക്കിയിട്ട് നമ്മുടെ വയർ തിരികെ വെച്ചു. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ സെയിം വാല്യൂയിലുള്ള ഫ്യൂസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറിയ തിന്നായിട്ടുള്ള വയർ ഉപയോഗിച്ച്, തിന്നായിട്ട് 1-2 കമ്പി, നേരിയ കമ്പി ഉപയോഗിച്ചിട്ട് ഫ്യൂസ് ഒന്ന് കെട്ടിയിട്ട് പോകുക. അപ്പോഴും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഓണാക്കാതെ സർവീസിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ആ ചാനൽ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ചാനലിലെ ബോർഡ് പ്രിൻ്റ് അടക്കം കത്തിപ്പോയിട്ടുണ്ട്. അപ്പം ഈ ബോർഡ് മാക്സിമം നന്നാക്കുന്നതിനായിട്ട് ശ്രമിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ഫുൾ ആക്റ്റീവ് കമ്പോണൻസുകൾ മിക്കതും ഷോർട്ടായി പൊട്ടി ഡാമേജായി. പോരാത്തതിന് നമ്മുടെ 2 സൈഡ് PCB ആണ്, രണ്ട് സൈഡിലും പ്രിൻ്റ് വരുന്ന ടൈപ്പ് PCB ആണ്. അപ്പോൾ ഈ PCBയിലെ പ്രിൻ്റുകൾ പലതും കത്തിപ്പോയിട്ടുണ്ട്. നമുക്കത് നന്നാക്കി എടുക്കാം, പക്ഷേ അതിന് ഒത്തിരി സമയവും ഒത്തിരി മെനക്കേടും ഉണ്ട്. അതേപോലെ തന്നെ അത് നമ്മൾ നന്നാക്കി വർക്ക് ചെയ്താലും എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പുതിയ ബോർഡ് വെക്കാനാണ് കസ്റ്റമറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. പുള്ളിക്കാരൻ സമ്മതിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു NX-ADIയുടെ പുതിയ ബോർഡ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് ഫുള്ളായിട്ട് നമുക്ക് പഴയ ബോർഡിന് പകരം റീപ്ലേസ് ചെയ്യുകയാണ്. ഇത് NX-ADI ഒറിജിനൽ അല്ല, എന്നാലും സെയിം കോപ്പിയാണ്, സെയിം സർക്യൂട്ട്, സെയിം ക്വാളിറ്റി തന്നെയുള്ള ബോർഡ് തന്നെയാണ്. റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ബോർഡാണ്. അപ്പം ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിച്ച ബോർഡാണ്. ഈ ബോർഡാണ് നമ്മൾ ഈ ആംപ്ലിഫയറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ബോർഡ് വരുന്ന സമയത്ത് ഈ ബോർഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് അത് പഴയ ഹീറ്റ് സിങ്കിൽ ഇത് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പം നല്ല പുതിയ ട്രാൻസിസ്റ്ററും എല്ലാം പുതിയ നല്ല ബോർഡാണ്, നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ്. അപ്പോൾ ഈ ബോർഡാണ് നമ്മൾ ഡാമേജ് ആയ ബോർഡിന് പകരം ഈ ബോർഡ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് റെഡിയാക്കാൻ പോവുകയാണ്. NJW സീരീസ് ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട് സപ്ലൈ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്, ഈ മെയിൻ സപ്ലൈ ലൈൻ അത് കറക്റ്റായിട്ട് ആണോ വന്നിരിക്കുന്നത്, ആ പിന്നുകൾ രണ്ടും പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം എനിക്ക് ഈ കിട്ടിയ ബോർഡിനകത്ത് നെഗറ്റീവും പോസിറ്റീവും വയറുകൾ തമ്മിൽ തിരിഞ്ഞ് കിടന്നതായിരുന്നു. പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ച് അത് ചെയ്തുകൊണ്ട് ബോർഡ് ഡാമേജ് ആവാതെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മളത് ഈ ബോർഡ് ഉറപ്പിക്കുന്നതിന് മുന്നേ നമ്മുടെ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടും ഈ പിന്നിൻ്റെ ഈ സോക്കറ്റിനകത്ത് പിന്നിൻ്റെ എല്ലാം പൊളാരിറ്റി എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പവർ ഓൺ ആക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ഹീറ്റ് സിങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് പേസ്റ്റൊക്കെ ഉപയോഗിച്ച് നല്ല കറക്റ്റായിട്ട് തന്നെ ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ തെർമൽ ഷീറ്റെല്ലാം വെച്ചിട്ടാണ് ട്രാൻസിസ്റ്റർ ഹീറ്റ് സിങ്കിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ഒരു ക്ലാസ് AB സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാം ഹീറ്റ് സിങ്കുമായിട്ട് ഐസൊലേറ്റ് ചെയ്താണ് ഇതിനകത്ത് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ബോർഡ് ഹീറ്റ് സിങ്കിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നമ്മുടെ ആംപ്ലിഫയറിൽ സെറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പുതിയ ബോർഡ് ഹീറ്റ് സിങ്കിൽ ഉറപ്പിച്ചതിന് ശേഷം ആംപ്ലിഫയറിൻ്റെ ക്യാബിനിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്കുള്ള പവർ സപ്ലൈയുടെ കണക്ഷന്, അതേപോലെ സ്പീക്കർ ഔട്ട്പുട്ട് കണക്ഷനുകൾ, സിഗ്നലിൻ്റെ കണക്ഷനുകൾ, ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന സെൻസറിൻ്റെ കണക്ഷന്, എല്ലാ കണക്ഷനുകളും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പവർ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സപ്ലൈ കറക്റ്റാണോ പിന്നിൽ വരുന്നതെന്ന് നമ്മുടെ പുതിയ ബോർഡിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കത്തിപ്പോയ ഫ്യൂസിന് പകരം കറക്റ്റ് ആംബിയർ റേറ്റിങ്ങിലുള്ള ഫ്യൂസ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തു. 15 ആംബിയറാണ് കമ്പനി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 15 ആംബിയറിൻ്റെ തന്നെ ഒരു ഫ്യൂസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂസിന് ഒരു കവറുണ്ടായിരുന്നു, അത് മിസ്സിങ് ആണ്. അപ്പം നമ്മൾ പവർ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പം പവർ ഓൺ ചെയ്ത് രണ്ട് സൈഡിലെയും പ്രൊട്ടക്ഷൻ ഒഴിവായി നോർമലായിട്ട് ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ആഡിയോ ഞാൻ ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല. അപ്പം നമ്മുടെ ആംപ്ലിഫയർ കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് രണ്ട് സൈഡും ഇപ്പോൾ ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്നവരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കാരണത്താൽ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ സെയിം റേറ്റിങ്ങിലുള്ള ഫ്യൂസ് തന്നെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.